ഭൂമിശാസ്ത്രപരമായും സൈനികപരമായും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ റഷ്യയുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ദൃഢപ്രഖ്യാപനവുമായി വ്ളാഡിമിർ പുടിൻ വീണ്ടും ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും നിലനിൽക്കുമ്പോഴും റഷ്യയെ ലോകവേദിയിൽ തലയുയർത്തി നിർത്താൻ പുടിൻ എന്ന ഭരണാധികാരിക്ക് സാധിക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ അസാധാരണമായ നേതൃപാടവത്തിന്റെ തെളിവ് തന്നെയാണ്. 65,000-ലധികം സൈനികരെയും ആണവശേഷിയുള്ള അന്തർവാഹിനികളെയും അണിനിരത്തി ഇപ്പോൾ നടത്തുന്ന വൻകിട സൈനിക അഭ്യാസം കേവലം ഒരു ശക്തി പ്രകടനമായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് റഷ്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവർക്കുള്ള ശക്തമായ താക്കീത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. തങ്ങളുടെ അതിർത്തികൾക്ക് നേരെ നാറ്റോ സഖ്യം ഉയർത്തുന്ന ഭീഷണികളെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ ആഗോള മേധാവിത്വത്തെയും കൃത്യമായ തന്ത്രങ്ങളിലൂടെയാണ് പുടിൻ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ള രാജ്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറുമല്ല. ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണങ്ങളിലൂടെ റഷ്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് സദാ സജ്ജമാണ് എന്ന് പുടിൻ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പാശ്ചാത്യ തന്ത്രജ്ഞരുടെ കണക്കുകൂട്ടലുകളെ മുഴുവൻ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. റഷ്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിക്കും വൻ വില നൽകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം ലോകത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കൃത്യമായി സാധിച്ചിട്ടുമുണ്ട്. ഒരു തകർച്ചയുടെ വക്കിൽ നിന്നും റഷ്യയെ ഇന്നത്തെ മഹാശക്തിയുടെ പദവിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് പുടിൻ എന്ന ശക്തനായ നേതാവിന്റെ ദീർഘവീക്ഷണം ഒന്ന് മാത്രമാണ്. ആഭ്യന്തരമായി ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താനും ദേശീയബോധം ഉണർത്താനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താൻ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ പുതിയ ആഗോള സഖ്യങ്ങളും സാമ്പത്തിക ബദലുകളും രൂപീകരിച്ചുകൊണ്ട് പുടിൻ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകക്രമം ഒരു രാജ്യത്തിന്റെ മാത്രം താല്പര്യങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് ബഹുധ്രുവീയമായി മാറണമെന്ന അദ്ദേഹത്തിന്റെ നിലപാടിന് ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട്. റഷ്യയുടെ മണ്ണിലേക്ക് അധിനിവേശം നടത്താനോ അവരുടെ നയങ്ങളെ നിയന്ത്രിക്കാനോ ആർക്കും അനുവാദം കൊടുക്കില്ല എന്ന പുടിന്റെ കടുത്ത നിലപാട് റഷ്യൻ ജനതയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. വൻ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ ഭയന്നോടാതെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു ഭരണാധികാരിയാണ് തങ്ങൾക്കുള്ളത് എന്ന് റഷ്യൻ ജനത അഭിമാനത്തോടെയാണ് ഇന്ന് വിശ്വസിക്കുന്നത്. ആർക്കും വിട്ടുകൊടുക്കാത്ത ഈ പോരാട്ട വീര്യം കൃത്യമായ ആസൂത്രണവും തന്നെയാണ് വ്ളാഡിമിർ പുടിനെ സമകാലിക ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവാക്കി നിലനിർത്തുന്നത്. എന്തായാലും റഷ്യയുടെ സമീപകാല സൈനിക അഭ്യാസങ്ങൾ കേവലം ഒരു പരിശീലനം മാത്രമല്ല എന്നും, മറിച്ച് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടെ സ്വാധീനവും ശക്തിയും ഉറപ്പിച്ചു നിർത്താനുള്ള കൃത്യമായ കണക്കുകൂട്ടലുകളുടെ ഭാഗമാണ് എന്നും നമുക്ക് നിസ്സംശയം പറയാം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 65,000-ലധികം സൈനികർ, 7,800-ലധികം സൈനിക വാഹനങ്ങൾ, 2,000-ലധികം മിസൈൽ ലോഞ്ചറുകൾ, 140 യുദ്ധവിമാനങ്ങൾ, 73 യുദ്ധക്കപ്പലുകൾ, ആണവശേഷിയുള്ള 13 അന്തർവാഹിനികൾ എന്നിവ ഈ അഭ്യാസത്തിൽ പങ്കാളികളാകുന്നുണ്ട് എന്നത് ഇതിന്റെ വ്യാപ്തിയാണ് വ്യക്തമാക്കുന്നത്. ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണ വിക്ഷേപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിക്കുമ്പോൾ മോസ്കോ ലോകത്തിന് നൽകുന്നത് വളരെ വ്യക്തമായ ചില സന്ദേശം തന്നെയാണ്. അതെന്താണെന്ന് നമുക്ക് ഈ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്യമായിട്ട് വിലയിരുത്തുകയും ചെയ്യാവുന്നതാണ്. ആദ്യത്തെ കണക്കുകൂട്ടൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യത്തിനുമെതിരെയുള്ള ശക്തമായ പ്രതിരോധവും മുന്നറിയിപ്പും തന്നെയാണ് എന്ന കാര്യമാണ്. സമീപ വർഷങ്ങളിൽ നാറ്റോ സഖ്യം തങ്ങളുടെ അതിർത്തികളിലേക്ക് വ്യാപിക്കുന്നതിനെ റഷ്യ വലിയൊരു സുരക്ഷാ ഭീഷണിയായിട്ട് തന്നെയാണ് നോക്കിക്കണ്ടത്. തങ്ങളെ വളയാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് മുന്നിൽ തങ്ങളുടെ സൈനിക വ്യൂഹം എത്രത്തോളം സജ്ജമാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് റഷ്യ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. ആണവശേഷിയുള്ള അന്തർവാഹിനികളും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും അണിനിരത്തുന്നതിലൂടെ തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഉണ്ടായാൽ അതിനെ നേരിടാൻ റഷ്യൻ സൈന്യം സദാ സന്നദ്ധമാണ് എന്ന സന്ദേശം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. രണ്ടാമതായി പറയാനുള്ളത്, ഇത് കേവലം പരമ്പരാഗത യുദ്ധമുറകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല എന്നതാണ്, മറിച്ച് ഒരു ആണവ യുദ്ധ സാഹചര്യത്തിൽ രാജ്യം എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ ആസൂത്രണമാണ് റഷ്യ നടത്തുന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും സമുദ്രത്തിൽ നിന്നും ആകാശത്ത് നിന്നും തൊടുക്കാനാവുന്ന ക്രൂയിസ് മിസൈലുകളും ഒരേ സമയം പരീക്ഷിക്കുന്നതിലൂടെ ന്യൂക്ലിയർ ട്രയാഡ് അഥവാ കര, കടൽ, വ്യോമ മാർഗങ്ങളിലൂടെയുള്ള ആണവ പ്രത്യാക്രമണ ശേഷി റഷ്യ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കി നിർത്തുന്നു എന്നത് ഏത് അടിയന്തര സാഹചര്യത്തിലും മിനിറ്റുകൾക്കകം അവർക്ക് പ്രയോഗിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ആയുധമെടുക്കാൻ സാധിക്കുമെന്ന കാഴ്ചയാണ് കാണുന്നത്. ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ റഷ്യൻ കമാൻഡ് സിസ്റ്റത്തിന് സാധിക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക വഴി മറ്റൊരു വലിയ പ്രതിരോധ കവചം തീർക്കുകയാണ് മോസ്കോ ഇവിടെ ചെയ്യുന്നത്. മൂന്നാമത്തെ കണക്കുകൂട്ടൽ ആഭ്യന്തരവും തദ്ദേശീയവുമായ രാഷ്ട്രീയവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക ഉപരോധങ്ങളും ഒറ്റപ്പെടുത്തലുകളും നേരിടുമ്പോഴും രാജ്യം ഇപ്പോഴും ഒരു ആഗോള മഹാശക്തിയായി തുടരുന്നു എന്നത് റഷ്യൻ ജനതയ്ക്ക് മുന്നിൽ തെളിയിക്കേണ്ടത് ഭരണകൂടത്തിന്റെ കൂടി ആവശ്യമാണ്.
ഇങ്ങനെ ചെയ്താൽ മാത്രമേ റഷ്യൻ ജനതയ്ക്കുള്ളിൽ ദേശീയബോധവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ അവർക്ക് സഹായിക്കുകയുള്ളൂ. അതോടൊപ്പം പാശ്ചാത്യ വിരുദ്ധ ചേരിയിലുള്ള മറ്റ് ആഗോള ശക്തികൾക്ക് തങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ശക്തനായ ഒരു പങ്കാളിയാണെന്ന് കാണിച്ചു കൊടുക്കാൻ റഷ്യക്ക് സാധിക്കുന്നുണ്ട്. നാലാമതായി, പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ തങ്ങളുടെ മേധാവിത്വം തെളിയിക്കാനുള്ള ഒരു വേദിയായും റഷ്യ ഇതിനെ മാറ്റുന്നു എന്ന വസ്തുതയാണ്. പുതിയ മിസൈൽ സംവിധാനങ്ങളുടെയും യുദ്ധതന്ത്രങ്ങളുടെയും തത്സമയ പരീക്ഷണം വഴി റഷ്യൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം എത്രത്തോളം വേഗത്തിലാണ് നടക്കുന്നതെന്ന് വിലയിരുത്താൻ സാധിക്കും. അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ റഷ്യൻ നിർമ്മിത ആയുധങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും ഇത് കാരണമാകും. കൃത്യമായി പറയുകയാണെങ്കിൽ ലോകക്രമത്തിൽ തങ്ങളെ മാറ്റി നിർത്താൻ ആർക്കും സാധ്യമല്ല എന്ന കൃത്യമായ രാഷ്ട്രീയ സൈനിക പ്രഖ്യാപനമാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യൂറോപ്പിലെയും അമേരിക്കയിലെയും തന്ത്രജ്ഞർ ഈ നീക്കങ്ങളെ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുകയും ചെയ്യുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏത് ഭീഷണിയെയും അതിശക്തമായി നേരിടുമെന്ന റഷ്യയുടെ ഈ കണക്കുകൂട്ടലുകൾ വരും ദിവസങ്ങളിൽ ആഗോള നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും വഴി തെളിയിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. സൈനിക അഭ്യാസത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇത് ആരെയാണ് ബാധിക്കാൻ പോകുന്നത്? റഷ്യയുടെ ഇത്രയും വലിയൊരു ആണവ സൈനിക ശക്തി പ്രകടനം ആഗോളതലത്തിൽ പല പ്രമുഖ ശക്തികളെയും പ്രതിരോധത്തിലാക്കുകയും അവരുടെ സുരക്ഷാ കണക്കുകൂട്ടലുകളെ മാറ്റിമറിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രധാനമായും ചിലരെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാറ്റോ സഖ്യവും പാശ്ചാത്യ രാജ്യങ്ങളും തന്നെയാണ്. റഷ്യയുടെ ഈ വൻകിട അഭ്യാസ പ്രകടനം ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് അമേരിക്കയും നാറ്റോ സഖ്യത്തെയും തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊട്ടുമില്ല. റഷ്യൻ അതിർത്തികളിലേക്ക് നാറ്റോ വ്യാപിക്കുന്നതിനെതിരെ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്ന മോസ്കോ തങ്ങളുടെ സൈനിക വ്യൂഹം എത്രത്തോളം സജ്ജമാണെന്ന് കാണിച്ചു കൊടുക്കുന്നത് ഈ സഖ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. നാറ്റോയുടെ കിഴക്കൻ യൂറോപ്യൻ അംഗങ്ങളായിട്ടുള്ള പോളണ്ട്, എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയുടെ അടുത്ത് തന്നെയായാൽ ഈ അഭ്യാസങ്ങൾ അവരിൽ വലിയ സുരക്ഷാ ആശങ്കകളാണ് ഉണ്ടാക്കുന്നത്. യൂറോപ്യൻ യൂണിയനാണ് മറ്റൊരു പ്രധാനപ്പെട്ടയാൾ. യൂറോപ്പിലെ പ്രധാന ശക്തികളായിട്ടുള്ള ഫ്രാൻസ്, ജർമ്മൻ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് റഷ്യയുടെ നീക്കം വലിയൊരു നയതന്ത്ര സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ആണവശേഷിയുള്ള സബ്മൈനറുകളും അത്യാധുനിക മിസൈലുകളും യൂറോപ്പിന്റെ തൊട്ടടുത്ത് അണിനിരക്കുമ്പോൾ അത് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തങ്ങളുടെ ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയുടെ സൈനിക ശേഷിയെ തളർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടതായി വരുന്നു. ഉക്രൈനും അയൽ രാജ്യങ്ങളുമാണ് മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ. നിലവിൽ റഷ്യയുമായി നേരിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉക്രൈനും അവരെ പിന്തുണയ്ക്കുന്ന മറ്റ് അതിർത്തി രാജ്യങ്ങൾക്കും ഈ ശക്തി പ്രകടനം കടുത്ത മുന്നറിയിപ്പ് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആയുധ സഹായം സ്വീകരിക്കുന്നതിൽ നിന്നും റഷ്യൻ മണ്ണിലേക്ക് നേരിട്ട് ആക്രമണം നടത്തുന്നതിൽ നിന്നും ഉക്രൈനെ വിലക്കാൻ ഈ ആണവ ഭീഷണി, അതായത് ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ് വഴി റഷ്യക്ക് അനായാസം സാധിക്കുന്നുണ്ട്. മറ്റൊരു പോയിന്റ് ആഗോള നയതന്ത്ര രംഗത്തേക്കാണ്. അതായത് റഷ്യയും പാശ്ചാത്യ ചേരിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത് ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര വേദികളിലെ ചർച്ചകളെ നിശ്ചലമാക്കുന്നുണ്ട്. ആഗോള സുരക്ഷാ കരാറുകളും ആയുധ നിയന്ത്രണ ചർച്ചകളും ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലാകുകയാണ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സഖ്യത്തിന്റെ ആഗോള മേധാവിത്വത്തെ വെല്ലുവിളിക്കാനും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആരും അതിർത്തികളിൽ നീക്കങ്ങൾ നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമാണ് റഷ്യ ഈ സൈനിക നീക്കത്തിലൂടെ ശ്രമിക്കുന്നതെന്ന് സാരം. വരും ദിവസങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ആഗോള രാഷ്ട്രീയം ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ റഷ്യയുടെ ഈ അഭ്യാസ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുമെന്ന് എന്തായാലും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.